നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നവരാത്രി സമ്മാനമായി GST ഇളവ് നാളെ പ്രാബല്യത്തിൽ. ഇനി വലിയ വിലക്കുറവാകും വിപണിയിലുണ്ടാകുക. 28% നിന്നും 18%, 12% നിന്നും 5% നികുതി കുറയുമ്പോൾ അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. ആരോഗ്യ മേഖലയിലെ നികുതി 18% നിന്നും 5% കുറയും. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസുകൾക്ക് ഇനി നികുതി ഇല്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തയിൽ. रिफॉर्म भारत की ग्रोथ स्टोरी को एक्सेलरेट करेंगे, कारोबार को और आसान बनाएंगे, निवेश को और आकर्षक बनाएंगे और हर राज्य को विकास की दौड़ में बराबरी का साथी बनाएंगे. ഇനി വിലക്കുറവിന്റെ കാലം. GST ഇളവുകൾ നാളെ മുതൽ. പരിഷ്കരണം ജനങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാൻ നിർദ്ദേശം. യുവാക്കൾക്കും കർഷകർക്കും മധ്യവർഗത്തിനും ഗുണം ലഭിക്കുമെന്ന് മോദി. രാജ്യവ്യാപക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേഗത്തിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ശബരിമല സംരക്ഷണ സംഗമം നാളെ പന്തളത്ത്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള BJP നേതാവ് അണ്ണാമലയുൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ ആളില്ല എന്നത് കള്ളപ്രചാരണമെന്ന് CPM. ഒഴിഞ്ഞ കസേര AI ദൃശ്യങ്ങളാകാമെന്ന് MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പെന്ന് പ്രതിപക്ഷം. ഭക്തരെ ദ്രോഹിച്ച സർക്കാരിന്റെ സംഗമത്തെ എങ്ങനെ വിശ്വസിക്കാനാകുമെന്ന് BJP. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചു. കോടതി അനുമതി കിട്ടുന്നതുവരെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. തുലാമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ പുനഃസ്ഥാപിക്കും. അങ്കമാലി കുണ്ടന്നൂർ NH ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നു. വിജ്ഞാപനത്തിന്റെ കാലാവധിയും കഴിഞ്ഞു. പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയിൽ ഭൂവുടമകൾ. ടോപ്പ് 10 സ്പെഷ്യൽ. മെഡിക്കൽ കോളേജ് അധ്യാപകർ പ്രക്ഷോഭത്തിലേക്ക്. അധ്യാപകരുടെ കുറവും ശമ്പളത്തിലെ അപാകതകളും പരിഹരിക്കണമെന്ന ആവശ്യം. നാളെയും മറ്റന്നാളും കരിദിനം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ OP സേവനങ്ങൾ നിർത്തിവെക്കും. പുതിയ H1B വിസയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഫീസ് വർധനവ് പ്രാബല്യത്തിൽ. നിലവിലെ വിസയ്ക്കും പുതുക്കലിനും നിരക്ക് ബാധകമാകില്ല. വ്യാപാര കരാർ ചർച്ചയ്ക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നാളെ US. കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പിന്നാലെ പലസ്തീനെ രാജ്യമായി അംഗീകരിച്ചു ബ്രിട്ടനും. പ്രഖ്യാപനം UN പൊതുസഭ ചേരുന്നതിന് മുന്നോടിയായി. യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ ഹമാസ് വിട്ടയക്കണമെന്നും UK. തീരുമാനത്തിനെതിരെ ഇസ്രായേൽ. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് ഹമാസിനുള്ള സമ്മാനമെന്ന് ഇസ്രായേൽ. സ്റ്റോറി ഓഫ് ദ ഡേ. അറിവിന്റെ ക്ലാസ്സിൽ ഹാജരായി അനിൽകുമാർ. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. GST പരിഷ്കരണം ജനങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ ഉൽപ്പന്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് ഒഴിവാക്കി സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. കൂടുതൽ ഉൽപ്പന്നങ്ങൾ 5% സ്ലാബിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് വലിയ വിലക്കുറവ് ലഭിക്കും. യുവാക്കൾക്കും കർഷകർക്കും മധ്യവർഗത്തിനും GST പരിഷ്കരണത്തിന്റെ ഗുണം ലഭിക്കുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. നവരാത്രി ആഘോഷത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. GST പരിഷ്കരണമായിരുന്നു നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയത്. GST പരിഷ്കരണം സാധാരണ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്നും സമ്പാദ്യം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 4 സ്ലാബുകൾ ഉണ്ടായിരുന്ന GST 5%ലേക്കും 18%ലേക്കുമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇതോടുകൂടി വലിയ നികുതി ഭാരമാണ് ജനങ്ങളിൽ നിന്ന് മാറുന്നത്. ये रिफॉर्म भारत की ग्रोथ स्टोरी को एक्सेलरेट करेंगे, कारोबार को और आसान बनाएंगे, निवेश को और आकर्षक बनाएंगे और हर राज्य को
विकास की दौड़ में बराबरी का साथी बनाएंगे। സ്വദേശിവൽക്കരണത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് GST പരിഷ്കരണം നടപ്പിലാക്കുന്നത്. രാജ്യത്തിൻ്റെതായ ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ ജനങ്ങൾ തയ്യാറാവണം. ആത്മനിർഭർ ഭാരതിലേക്കുള്ള യാത്രയിലാണ് രാജ്യം. എന്നാൽ ഇപ്പോഴും അറിഞ്ഞോ അറിയാതെയോ വിദേശ ഉൽപ്പന്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ്. അത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हमारी रोजमर्रा की जिंदगी में बहुत सी विदेशी चीजें जुड़ गई है, हमें पता तक नहीं है. हमारे जेब में कंघी विदेशी है कि देसी हमें पता ही नहीं है. हमें इनसे भी मुक्ति पानी होगी. हम वो सामान खरीदें जो मेड इन इंडिया हो. ചെറുകിട വ്യവസായ സംരംഭങ്ങളിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുകിട വ്യവസായങ്ങൾക്കും കുടിൽ വ്യവസായങ്ങൾക്കും കൂടുതൽ സഹായകരമാക്കാൻ വേണ്ടിയാണ് GSTയിലടക്കം കുറവ് വരുത്തിയത്. നവരാത്രി ഉത്സവത്തിലേക്ക് രാജ്യം കടക്കുമ്പോൾ GST പരിഷ്കരണവും ഉത്സവമാവുകയാണ്. സാധാരണ ജനങ്ങളുടെ വരുമാനം ഇരട്ടിയായി വർദ്ധിക്കും. GST പരിഷ്കരണം തുടർച്ചയായ നടപടിക്രമമാണ്. അടുത്ത ഘട്ടത്തിലുള്ള പരിഷ്കരണം അത്യാവശ്യമാണെന്നും ഭാവിക്ക് കരുത്തു പകരാൻ കൂടിയാണ് GST പരിഷ്കരണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞ മോദി, വിവിധ പരിഷ്കരണങ്ങളിലൂടെ 25 കോടിയോളം ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് ഈ കഴിഞ്ഞ 11 വർഷം കൊണ്ട് മുക്തി നേടിയതെന്നും പറഞ്ഞു. ഒരു രാജ്യം ഒരു നികുതി യാഥാർത്ഥ്യമാവുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. GST കൗൺസിൽ നടപ്പിലാക്കിയ നികുതി ഇളവ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഘടനയിലെ ഇതുവരെയുള്ള മാറ്റങ്ങളിൽ ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് നാളെ മുതൽ നിലവിൽ വരുന്നത്. നിലവിലെ 4 സ്ലാബുകൾ ഇനി 2ആയി ചുരുങ്ങും. GST നികുതി ഘടന നിലവിൽ വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 തട്ടുകളിലായിരുന്നു നികുതി ഉണ്ടായിരുന്നത്. ഇനി മുതൽ 5%, 18%വുമായി ചുരുങ്ങും. 12% ഉൾപ്പെട്ടിരുന്ന 90% ഉൽപ്പന്നങ്ങളും ഇനി മുതൽ 5%ലും 28% ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ 18%ലുമാണ് ലഭിക്കുക. ക്യാൻസർ, ഹീമോഫീലിയ, ന്യൂറോ, വിവിധ ജീവിതശൈലീ രോഗങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാലത്തേക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് നാളെ മുതൽ ആശ്വസിക്കാം. മരുന്നിന്റെ GST 12% നിന്ന് 5ആയി കുറച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നടപ്പാകുന്നതോടെയാണ് ഇത്. 40% ഉയർത്തിയ ആഡംബര ഉൽപ്പന്നങ്ങളും പുകയില, സിഗരറ്റ് പോലെയുള്ള ആരോഗ്യത്തിന് ഹാനികരമുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കുമുള്ള നിരക്ക് നാളെ മുതൽ നടപ്പിൽ വരില്ല. ഇതിനായി പ്രത്യേക വിജ്ഞാപനം ഇറക്കുമെന്ന് GST വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നിരക്കിളവ് പത്രങ്ങളിൽ പരസ്യം ചെയ്യണമെന്ന വ്യവസ്ഥയിലും ഇളവുണ്ട്. പുതിയ ഘടനയ്ക്കനുസരിച്ച് പുതിയ നിരക്കുള്ള ടാക്സ് ഇൻവോയ്സ് നാളെ മുതൽ നൽകുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ വരുത്തണമെന്ന് സംസ്ഥാന GST വകുപ്പ് മുമ്പേ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഈ മാസം 30-നുള്ളിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. SIRന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുകൂടി അനുകൂല നിലപാടുണ്ടായ പശ്ചാത്തലത്തിലാണ് നടപടികൾ വേഗത്തിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. പ്രതിപക്ഷ എതിർപ്പുകൾ മറികടന്ന് രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ ഭാഗമായി SIRലുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ മാസം 30-നുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിക്കും. നിലവിൽ 2026 ജനുവരി 1 യോഗ്യതാ തീയതിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2000-നും 2010-നും ഇടയിലാണ് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയിരിക്കുന്നത്. ബീഹാറിന് പിന്നാലെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേഗത്തിൽ നടപ്പിലാക്കും. പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അനധികൃത കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യം കൂടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നിലുണ്ട്. ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തടയാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ നടപടികൾ വേഗത്തിലാക്കിയത്. SIRുമായി ബന്ധപ്പെട്ട പരാതികളുള്ള സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നുള്ളതാണ് ബീഹാറിലെ ഹർജികൾ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയത്. SIR നടപ്പിലാക്കുന്നത് തടയാനാവില്ലെന്നും അക്കാര്യത്തിൽ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇടപെടുക എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ശബരിമല കർമ്മസമിതി നാളെ പന്തളത്ത് സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയടക്കം നിരവധി പ്രമുഖരും വിദേശത്തു നിന്നും ഉൾപ്പെടെ അയ്യപ്പ ഭക്തരും സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംഘടനാ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ശബരിമല സംരക്ഷണ സംഗമത്തിനായി പന്തളത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ജർമ്മൻ മോഡൽ പന്തൽ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയായി. നാളെ രാവിലെ 9-ന് സെമിനാറുകൾ ആരംഭിക്കും. ശബരിമല വിശ്വാസം, വിശ്വാസത്തോടൊപ്പം വികസനം, ശബരിമല സുരക്ഷ എന്നീ വിഷയങ്ങളിലായി 3 സെമിനാറുകളാണ് നടക്കുന്നത്. ഓരോന്നിലും പ്രഗത്ഭരായ ആളുകൾ വിഷയം അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആരംഭിക്കുന്ന വിശ്വാസി സംരക്ഷണ സമ്മേളനം തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലെ ഉദ്ഘാടനം ചെയ്യും. പന്തളം കൊട്ടാരം പ്രതിനിധി PN നാരായണവർമ്മ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ തേജസ്വി സൂര്യ MP, പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ J നന്ദകുമാർ, വിജി തമ്പി തുടങ്ങി പ്രമുഖരും വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കളും സന്യാസി വര്യന്മാരും വിദേശത്തു നിന്നുൾപ്പെടെ 10,000ങ്ങളും പങ്കെടുക്കുമെന്നും ശബരിമല കർമ്മസമിതി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ നാളെ പന്തളത്ത് വെച്ച് നടക്കുന്ന ശബരിമല സംരക്ഷണ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. അവസാനവട്ട മിനുക്കുമണികൾ നടക്കുകയാണ്. 3 ഭാഗമായാണ് സെമിനാർ നടക്കുന്നത്. ആദ്യത്തെ സെമിനാർ അത് വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ അയ്യപ്പ ദാസ് സ്വാമിജിയാണ്. രണ്ടാമത്തേതിൽ വികസനവുമായി ബന്ധപ്പെട്ട് വിഷയം അവതരിപ്പിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് G രാമൻ നായർ അവർകളാണ്. സുരക്ഷയുമായി ബന്ധപ്പെട്ട 3ാമത്തെ സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ DGP ഡോക്ടർ TP സെൻകുമാർ സാറാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർ, ആചാരക്കാർ, അവരുടെ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പന്തളം കൊട്ടാരം ഉൾപ്പെടെ തന്ത്രിവര്യന്മാർ ഉൾപ്പെടെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഈ സെമിനാറിൽ ഉണ്ടാവും. പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പരിണാമം എന്താകുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചതാണെന്നും അയ്യപ്പനെ മുൻനിർത്തി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് അയ്യപ്പനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ശബരിമലയിലെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിന്റെ വികസനവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് പന്തളത്ത് നടത്തുന്ന സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കപട അയ്യപ്പ ഭക്തിയാണ് സർക്കാരിൻ്റേതെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. അതേസമയം സംഗമം പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ വിജയമായിരുന്നുവെന്ന് ഉറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഭരണപക്ഷം. ആഗോള അയ്യപ്പ സംഗമം വോട്ട് തട്ടാനുള്ള സർക്കാരിന്റെ കാപട്യം നിറഞ്ഞ ശ്രമമായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ആഗോള അയ്യപ്പ സംഗമം പരിപൂർണ പരാജയമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്തേലും ചർച്ച അവിടെ നടന്നോ? പ്രധാനപ്പെട്ട ആളുകൾ വല്ലതും ചർച്ചയിൽ പങ്കെടുത്തോ? തന്നെയുമല്ല, ശബരിമല മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 9.5 വർഷമായി നടപ്പാക്കാൻ കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ ഞങ്ങൾ ഇനിയും ഈ പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കുമെന്ന് പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാണെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. അയ്യപ്പ ഭക്തരായ വിശ്വാസ സമൂഹം തട്ടിപ്പ് മനസ്സിലാക്കിയെന്നും വേണുഗോപാൽ പറഞ്ഞു. പ്രത്യേകിച്ചിട്ട് അയ്യപ്പ ഭക്തരായിട്ടുള്ള വിശ്വാസ സമൂഹം ഇതിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ആഗോള അയ്യപ്പ സംഗമം 100% പരാജയമെന്ന് NK പ്രേമചന്ദ്രൻ MP അഭിപ്രായപ്പെട്ടു. കാലിയായ കസേരകൾക്ക് മുന്നിൽ നടത്തിയ ചർച്ചയ്ക്ക് എത്ര കോടി ചെലവിട്ടെന്ന് ജനങ്ങളോട് പറയണമെന്നും പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. BJPയുടെ UP സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശം അയച്ചത് എന്നുള്ളതും കേന്ദ്ര BJP നേതൃത്വവും കേരള CPM നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരുന്നതിന് തുല്യമാണ്. ആഗോള അയ്യപ്പ സംഗമം പരാജയമെന്ന് ശബരിമല സംരക്ഷണ സംഗമം വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. യഥാർത്ഥ ഭക്തരാരും പങ്കെടുത്തിട്ടില്ലെന്നും തില്ലങ്കേരി കൂട്ടിച്ചേർത്തു. ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ സർക്കാർ നിർബന്ധിച്ചും വലിച്ചിഴച്ചും പ്രലോഭിപ്പിച്ചും ഒക്കെ കൊണ്ടുവന്ന കുറേ ആളുകളാണ് അതിൽ പങ്കെടുത്തത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പയ്യന്നൂരിലെ ജോത്സ്യരുടെ നിർദ്ദേശപ്രകാരമാണെന്നും അയ്യപ്പ കോപം മാറ്റാൻ പരിഹാരം തേടിയാണ് MP ഗോവിന്ദൻ ജോത്സ്യരെ കണ്ടതെന്നും MK രാഘവൻ MP പറഞ്ഞു. മാധവ പൊതുവാളുടെ നിർദ്ദേശം വെച്ചിട്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ. കാരണം തർക്കം നിങ്ങൾക്ക് വേണ്ട. ഇത് വെറുതെ നടത്തിയല്ല. അയ്യപ്പ സംഗമത്തിൽ ആളുകുറവെന്നത് കള്ളപ്രചരണമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. ഒഴിഞ്ഞ കസേര AI ദൃശ്യങ്ങളാകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം, നിങ്ങളെല്ലാം ഉണ്ടാക്കും, അതിന് സംശയം.
ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ വിജയമായിരുന്നുവെന്ന് മന്ത്രി VN വാസവൻ. പരിപാടി തുടങ്ങും മുമ്പുള്ള വീഡിയോ ആണ് പലരും തെറ്റായി പ്രചരിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. 4126 പേർ പങ്കെടുത്തിട്ടും നമുക്ക് ഹാളിൽ അവരെ മുഴുവൻ ഇരുത്താൻ പറ്റിയില്ലെങ്കിലും കുറേ പേർ സ്റ്റാൻഡ് ചെയ്യേണ്ടി വരും. ആ രൂപത്തിൽ 4000-നടുത്ത് കസേരകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമുള്ളത് സ്റ്റാൻഡിംഗ് ആയിട്ട് ആളുകളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അയ്യപ്പന്റെ പേരിൽ ആരെന്ത് ചെയ്താലും അത് നന്നായി നടക്കണം. വിശ്വാസികൾ അവിടെ പോകില്ലെന്ന് അറിയാവുന്നതാണെന്നും ദ്രോഹിച്ച സർക്കാർ നടത്തുന്ന പരിപാടിയെ വിശ്വാസികൾ എങ്ങനെ വിശ്വസിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. തന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ പങ്കെടുത്തേനെ. നാളെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്നും UP മുഖ്യമന്ത്രിയുടെ ആശംസ സ്വാഭാവിക നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞാൻ സംഗമത്തിനെതിരെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിശ്വാസികളൊന്നും അവിടെ പോയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതിപ്പോൾ നിങ്ങൾക്കൊരു ഡിനയൽ ഉണ്ടെങ്കിൽ അവർക്ക് ഡിനയൽ ഉണ്ടെങ്കിൽ അത് അവർ ചെയ്തോട്ടെ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. വിശ്വാസികൾ അവിടെ പോവില്ല എന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലുണ്ടായിരുന്നു. അത് കൃത്യമായി നമുക്ക് മനസ്സിലായൊരു കാര്യമല്ലേ. എന്ത് കാരണത്തോണ്ടാണ് ഒരു വിശ്വാസി CPM അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൽ പോവുക? നിങ്ങളൊന്ന് വിചാരിക്കൂ, ഒരു കാരണമുണ്ടോ? ശബരിമല ശ്രീകോവിലിന് മുൻപിലുള്ള ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെയാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സന്നിധാനത്തെത്തിച്ചത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിട്ടുള്ളത്. കോടതിയുടെ അനുമതി ലഭിച്ച ഉടനെ തന്ത്രിയുടെ അനുജപ്രകാരം കലശം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്തി തിരികെ സ്ഥാപിക്കും. സ്വർണ്ണപ്പാളികൾ കോടതിയുടെ അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വിവാദമായിരുന്നു. ചിങ്ങമാസ പൂജകൾക്ക് ശേഷമാണ് ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. കോടതിയുടെയോ ദേവസ്വം ബെഞ്ചിന്റെയോ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയോ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടുകയും ചെയ്തു. 2019 സ്ഥാപിച്ച സ്വർണ്ണപ്പാളികളുടെ തൂക്കത്തിൽ കുറവുണ്ടായതായാണ് ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോടതി വിജിലൻസ് അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സന്നിധാനത്ത് തിരികെ എത്തിച്ചത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ തന്ത്രിയുടെ അനുമതിയോടെ കലശം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്തി കോടതിയുടെ അനുവാദം വാങ്ങി തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ പുനഃസ്ഥാപിക്കാനാണ് ആലോചിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. അങ്കമാലി കുണ്ടന്നൂർ NH ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നതോടെ ആശങ്കയിലായി ജനങ്ങൾ. നിയമപരമായി ലഭിക്കേണ്ട നഷ്ടപരിഹാരം ലഭിക്കുമോ എന്നതാണ് ഭൂ ഉടമകളുടെ ആശങ്ക. ബൈപ്പാസിന്റെ 3A വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിച്ചു. അടുത്ത വിജ്ഞാപനം 2 മാസത്തിനകം ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. എന്നാൽ നടപടി വൈകുന്നതോടെ 100 കണക്കിന് കുടുംബങ്ങളുടെ ജീവിതമാണ് ദുരിതത്തിൽ ആകുന്നത്. വാർത്തയിലേക്ക്. കൊച്ചി നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഗതാഗതക്കുരുക്ക് കുറച്ച് യാത്ര സുഗമമാക്കുന്നതാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്. അങ്കമാലി കരയാമ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് കുണ്ടന്നൂരിന് സമീപം നെട്ടൂരിൽ അവസാനിക്കുന്ന ബൈപ്പാസ് 18 വില്ലേജുകളിലൂടെയാണ് കടന്നുപോകുന്നത്. പദ്ധതിയുടെ കല്ലിടൽ കഴിഞ്ഞിട്ട് നാളുകളായി. തുടർ നടപടികളുടെ മെല്ലെപ്പോക്കാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. പദ്ധതിയുടെ 3A വിജ്ഞാപനത്തിന്റെ കാലാവധിയും അവസാനിച്ചു. അടുത്ത വിജ്ഞാപനം ഉടൻ പുറത്തിറക്കണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ 3A ക്യാൻസലായത് വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. ഈ മഞ്ഞക്കുറ്റി ഇവിടെ കിടക്കുന്ന ഒരവസ്ഥയും ഞങ്ങളുടെ ഭൂമി വിൽക്കാനോ വാങ്ങാനോ പണയം വയ്ക്കാനോ കുട്ടികളുടെ പഠനത്തിനോ ഈ ആവശ്യങ്ങൾക്കൊന്നും ഇത് നൽകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അടിയന്തരമായി കേന്ദ്ര സർക്കാരുകൾ ഇടപെട്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയി ഉടനെ ഒരു 3A നോട്ടിഫിക്കേഷൻ ഇറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചാണ് പ്രധാന ആശങ്ക നിലനിൽക്കുന്നത്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചുള്ള നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം. മാത്രമല്ല, കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം പരിഗണിക്കാതെ NH66 നൽകിയ അതേ പരിഗണന ലഭ്യമാക്കണമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. മിനിസ്റ്റർ പറഞ്ഞത് ഒക്ടോബറിനുള്ളിൽ ഇത് കല്ലിടൽ 3A നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഇവരൊരു ആക്ട് ഉണ്ട്, 2013 ഒരു ആക്ട് ഉണ്ട്. ആക്ടിന് വിരുദ്ധമായിട്ടാണ് ഇവർ കാലപ്പഴക്കം കണക്കാക്കി നഷ്ടപരിഹാരം കൊടുക്കൂ എന്ന് പറയുന്നത് വലിയൊരു സങ്കടമാണ്. എല്ലാം പഴയ വീടുകളാണ്. ഈ വീടുകൾക്കെല്ലാം വീട് പോയി കഴിഞ്ഞാൽ അവർക്കൊരു പുതിയ വീട് പണിയണം, പുതിയ മെറ്റീരിയൽ കോസ്റ്റ് കൊടുക്കണം. NH66 കൊടുത്ത അതേ നഷ്ടപരിഹാരം തന്നെ ഇവിടെ കിട്ടുമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. പുതിയ നോട്ടിഫിക്കേഷൻ 2 മാസത്തിനുള്ളിൽ ഇറക്കുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. അത് നീണ്ടുപോയാൽ പദ്ധതി ഇനിയും നീളും. 6000 കോടി രൂപ ചെലവിൽ 44.7 കിലോമീറ്റർ നീളത്തിൽ 6 വരികളുള്ള ഗ്രീൻഫീൽഡ് പാതയാണ് വരാൻ പോകുന്നത്.
ശബരിപാത, സീപോർട്ട് എയർപോർട്ട് റോഡ് പദ്ധതികളിൽ എല്ലാം പതിറ്റാണ്ടുകളോളമാണ് ഭൂമി ഏറ്റെടുക്കൽ വൈകിയത്. ദുരിതത്തിലായതാകട്ടെ പാവപ്പെട്ട സാധാരണക്കാരും. ഈ ഉദാഹരണങ്ങളെല്ലാം കൺമുന്നിലുള്ളതാണ് ജനങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഒരു പദ്ധതിക്കായി കല്ലിട്ട് കഴിഞ്ഞാൽ ആ ഭൂമി വിൽക്കാനോ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ഭൂ ഉടമയ്ക്ക് അധികാരമില്ല. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണം നീണ്ടുപോയാൽ അത് ദോഷകരമായി ബാധിക്കുമെന്നതാണ് ജനങ്ങളുടെ ഒന്നാമത്തെ ആശങ്ക. ശരിയായ നഷ്ടപരിഹാരം കിട്ടാതെ പോകുമോ എന്നതാണ് മറ്റൊരു കാര്യം. പ്രതികരണങ്ങൾ നോക്കാം. അപ്പോൾ എൻ്റെ വീട് പകുതിയും പോവും, അല്ല പകുതിയല്ല, 3/4 ഭാഗം പോവും. പിന്നെ വീടിൻ്റെ മുമ്പിൽ ഒരു സെൻറ്റ് മാത്രമേ കിടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഫുള്ളായിട്ട് എടുത്തില്ലെങ്കിൽ എനിക്കതുകൊണ്ട് ഗുണമുണ്ടാവില്ല. ബാക്കി സ്ഥലമൊക്കെ പോകും. 1964 ഒരു നിയമം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ക്യാൻസലായിട്ടാണ് 2013 ആയത്. അപ്പോൾ അത് വെച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. മോളുടെ കല്യാണത്തിന് ലോൺ എടുക്കാനൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാണ്. എൻ്റെ വീട് മാത്രമല്ല, മൊത്തം പോവും, ഒന്നും ഉണ്ടാവില്ല. അത്രയും വേഗം നടന്നാൽ അത്രയും വേഗം നമുക്ക് എവിടെയെങ്കിലും പോയി സ്ഥലം വാങ്ങാം. ഇത് കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ ഒന്നും ഇല്ലല്ലോ, പെട്ടെന്നുള്ള ആവശ്യമില്ല. ഇതിപ്പോൾ പോകുകയാണെങ്കിൽ നമുക്ക് നേരത്തെ വീട് എവിടെയെങ്കിലും സ്ഥലം കണ്ട് പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഇനി വീണ്ടും വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ സ്ഥലം. 8 മാസം സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാതെ മാറ്റിവെച്ചത് കൊണ്ട് ഇത് കൃത്യസമയത്ത് 3D ഇറക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ പദ്ധതി ലാപ്സാവുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആകാംക്ഷയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 3 കൊല്ലത്തിനിടയ്ക്ക് വന്ന ആദായത്തിൻ്റെ വില അനുസരിച്ചായിരിക്കും ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അതിൻ്റെ 12% എസ്കലേഷൻ എന്നുള്ള നിലക്ക് കിട്ടേണ്ടതായിരുന്നു. അത് 3A നോട്ടിഫിക്കേഷൻ ലാപ്സ് ആയതുകൊണ്ട് അതിന് നഷ്ടപ്പെടും. ഒരു 70% വരുന്ന പാടശേഖരങ്ങളും ബാലൻസ് 30% വരുന്ന പറമ്പുകളാണ്. ഒരു കാരണവശാലും ഒരു വില്ലേജിലും ആരും ഇതിനെ തടസ്സപ്പെടുത്തിയില്ല. അത് തന്നെ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് സാധാരണക്കാരിൽ നിന്ന്. ഞങ്ങളുടെ കോമ്പൻസേഷൻ എന്താണെന്ന് ഞങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. പകുതിയിലധികം പോകുന്നത്, പിന്നെ എൻ്റെ മുഴുവൻ എടുത്തിട്ട് എൻ്റെ പൈസ തരിക. അതിന് 30 കൊല്ലത്തെ പഴക്കെങ്കിലും ഉണ്ട് ഇതിന്, ഈ വീടിന്. ആരെ ചോദിക്കാനുള്ള ഇതിന് ആരുമില്ല. ഗവൺമെൻറ്റാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. ഞങ്ങളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വാങ്ങിച്ചപ്പോൾ ഇതൊരു 15 ലക്ഷത്തിന് വാങ്ങിച്ചതാണ്. അപ്പം ഇനിയിപ്പോൾ ഇത് പോയാൽ അത്രയും കൂടി അതിൽ കൂടുതൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അപ്പം അത് കിട്ടൂല എന്നൊക്കെ ആൾക്കാർ ഓരോരുത്തർ പറയണം. അപ്പം ഞങ്ങൾക്കതൊരു ടെൻഷനാണ്. ഞങ്ങൾക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങൂല. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണം. വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും അശ്വതി നൽകും. അശ്വതി, ആശങ്കകൾ നിരവധിയാണ്. ശരിയായ നഷ്ടപരിഹാരം കിട്ടാതെ പോകുമോ എന്നതാണ് മറ്റൊരു കാര്യം. അധികൃതർ നൽകുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടുമോ എന്നത് ചോദ്യമാണല്ലോ അശ്വതി. ഈ ഭൂമി ഏറ്റെടുക്കലിൻ്റെ പ്രാരംഭ നടപടികൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അത് എത്രയും വേഗം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം അത് വൈകും തോറും നാട്ടുകാർ ബുദ്ധിമുട്ടിലാകുകയാണ്. മാത്രമല്ല ഇതിൻ്റെ കോമ്പൻസേഷൻ വളരെ കൃത്യമായി ഏറ്റവും ഒടുവിലത്തെ നിയമം അനുസരിച്ചുള്ള കോമ്പൻസേഷൻ ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കാരണം പഴയ നിയമം അനുസരിച്ചാണ് എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പുതിയതായി ഒരു വീട് വാങ്ങുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമൊക്കെ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല നാഷണൽ ഹൈവേ 66 പണിത സമയത്ത് അതിൻ്റെ പ്രൊജക്റ്റ് നടക്കുന്ന സമയത്ത് കാലപ്പഴക്കം നിർണ്ണയിക്കാതെ തന്നെയാണ് കോമ്പൻസേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഈ പദ്ധതിയിലും കോമ്പൻസേഷൻ കൊടുക്കണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല അടുത്ത നോട്ടിഫിക്കേഷൻ എത്രയും വേഗം ഇറക്കണം. എങ്കിൽ മാത്രമാണ് ഈ പദ്ധതി വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ. 2 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ചെറിയൊരു പ്രതീക്ഷ നാട്ടുകാർക്ക് നൽകുന്നത്. വിവരങ്ങൾ നൽകിയത് AT അശ്വതി, കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ കുറവും ശമ്പളത്തിലെ അപാകതകളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KGM-CTA പ്രക്ഷോഭത്തിലേക്ക്. നാളെയും മറ്റന്നാളുമാണ് മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകർ പ്രതിഷേധിക്കുക. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ OP സേവനം നിർത്തിവെക്കുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മെഡിക്കൽ കോളേജ് അധ്യാപകർ പ്രതിഷേധിക്കുക. നാളെയും മറ്റന്നാളും കരിദിനം ആചരിക്കുന്നതിനൊപ്പം മെഡിക്കൽ കോളേജുകളിൽ ധർണയും DME ഓഫീസിലേക്ക് മാർച്ചും നടത്തും. പുതിയ മെഡിക്കൽ കോളേജുകളിൽ തസ്തിക സൃഷ്ടിക്കുന്നില്ലെന്നാണ് KGM-CTA പരാതി. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് താൽക്കാലിക സ്ഥലം മാറ്റം നടത്തി പ്രതിസന്ധി മറികടക്കാനാണ് ശ്രമമെന്നും KGM-CTA കുറ്റപ്പെടുത്തുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ലെന്ന് സംഘടന ആരോപിക്കുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ OP സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
H-1B വിസയ്ക്കുള്ള ഫീസ് $1 ലക്ഷം ഉയർത്തിയ അമേരിക്കൻ നടപടി സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇന്ത്യ ഇന്നു മുതലാണ് നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുന്നത്. അതിനിടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നാളെ അമേരിക്ക സന്ദർശിക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുകളുടെ തുടർച്ചയുടെ ഭാഗമാണ് സന്ദർശനം. തദ്ദേശീയരായ പൗരന്മാർക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപ് ഭരണകൂടം നിരവധി നടപടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കുടിയേറ്റം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയത്. അമേരിക്കൻ നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. നടപടി ഏത് തരത്തിൽ ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയവും മറ്റ് വകുപ്പുകളും പരിശോധിച്ചു വരികയാണ്. ഇന്നു മുതലാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് നിരക്ക് വർധനവ് ബാധകമാകുക എങ്കിലും വലിയൊരു ശതമാനം ഇന്ത്യൻ സമൂഹത്തെ വർധന ബാധിക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയിലെ വിവരസാങ്കേതിക മേഖലയിൽ കൂടുതലായി ജോലി ചെയ്യുന്നത് ഇന്ത്യൻ യുവാക്കളാണ്. ഈയിടെ അമേരിക്ക അനുവദിച്ച വിസകളിൽ 73% ഇന്ത്യൻ പൗരന്മാർക്കാണ്. നിലവിലെ കണക്ക് പ്രകാരം അമേരിക്കയുടെ സാങ്കേതിക മേഖലയിൽ 3 ലക്ഷത്തോളം വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിനിടെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നാളെ അമേരിക്ക സന്ദർശിക്കും. അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. വാണിജ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പീയൂഷ് ഗോയലിനൊപ്പം ഉണ്ടാകും. വ്യാപാര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ സുഗമമാക്കാൻ സന്ദർശനം വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധിക തീരുമാനം ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഇന്ത്യ അമേരിക്ക മന്ത്രിതല ചർച്ച നടക്കുന്നത്. അതേസമയം പുതിയ വിസ നയത്തിലുള്ള ആശങ്ക കേന്ദ്രമന്ത്രി നേരിട്ട് അമേരിക്കയെ അറിയിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കായിക വാർത്തകൾ നോക്കാം. ഏഷ്യ കപ്പ് സൂപ്പർ 4 പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 172 റൺസ് വിജയലക്ഷ്യം. മുൻ ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരം മിഥുൻ മൻഹാസ് BCCI പ്രസിഡന്റാകും. അമിത്ഷായുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ മിഥുൻ മൻഹാസിന്റെ പേരിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ തീരുമാനമായി. മിഥുൻ മൻഹാസ് ഇന്ന് പത്രിക സമർപ്പിക്കുമെന്നാണ് വിവരം. ജമ്മു കശ്മീർ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹിയായ മിഥുൻ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടില്ല. എന്നാൽ IPL-ൽ വിവിധ ടീമുകൾക്കായും രഞ്ജി ട്രോഫിയിൽ ജമ്മു കശ്മീരിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. മുൻ ഇന്ത്യൻ പേസർ RP സിംഗ് BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി അംഗമാകും. കോൺഗ്രസ് MP രാജീവ് ശുക്ല BCCI വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നേക്കും.